ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുന്നേയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ എല്ലാം സ്റ്റോക്ക് മാർക്കറ്റുകൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ രീതിയിലുള്ള ഇടിവുകൾ സംഭവിച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണുകയുണ്ടായി. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന് 3% ഇടിവുണ്ടായി. നാസ്ഡാക്ക് പോലെയുള്ള ഇൻഡെക്സുകൾക്ക് 3.4% ഇടിവുണ്ടായി. ജപ്പാനിലേക്ക് നോക്കുകയാണെങ്കിൽ 1980-ലെ ബ്ലാക്ക് മൺഡേക്ക് ശേഷം ആദ്യമായിട്ട് 12.6% ഇടിവുണ്ടാകുന്നു. ഇതോടൊപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഇടിവുകൾ ഉണ്ടായതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2008 മറ്റൊരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ തുടക്കമാണോ ഇത്രയും വലിയ മാർക്കറ്റ് ക്രാഷുകൾ എന്ന രീതിയിലുള്ള സംശയങ്ങളൊക്കെ ആളുകൾ മുന്നോട്ട് വെച്ചു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പല മാർക്കറ്റുകളും റിക്കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ പലരും അഭിപ്രായപ്പെട്ടത് ജപ്പാനിലെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0.25% വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുപോലെയൊരു ക്രാഷ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ജപ്പാൻ പോലെയുള്ള ഒരു രാജ്യത്ത് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചതിൻ്റെ ഭാഗമായി എന്തുകൊണ്ടാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ള ക്രാഷുകളും പാനിക്കുകളും ഉണ്ടാകുന്നത്? ആ ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ മാസാമാസം ചെറിയ തുകകൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരു നല്ല അവസരം പരിചയപ്പെടുത്തുകയാണ്. മാക്സ് ലൈഫ് അവരുടെ ഒരു NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മാസം 31-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. അപ്പോൾ ഇതൊരു ഇൻഷുറൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള യൂലിപ്പാണ്. അതായത് ഒരേ സമയം ഇൻഷുറൻസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയുടെ ഒരു ഭാഗം സുരക്ഷിതമാക്കി വെക്കുകയും മറ്റൊരു ഭാഗം നിഫ്റ്റി 500 മൊമെൻറ്റം 50 കമ്പനികളിൽ, അതായത് ഇന്ത്യയിലെ നല്ല 50 കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5-10 വർഷങ്ങളിൽ 33.9%-ൻ്റെയും 25.4%-ൻ്റെയും ശരാശരി റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 2014 നിങ്ങൾ ഇതുപോലൊരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 9.3 മടങ്ങിൻ്റെ റിട്ടേൺസ് ലഭിക്കുമായിരുന്നു. മാക്സ് ലൈഫ് തന്നെ കഴിഞ്ഞ വർഷം ആരംഭിച്ച നിഫ്റ്റി സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ടിന് ഇപ്പോൾ തന്നെ 47% റിട്ടേൺസ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങളൊരു NRI ആണെങ്കിൽ 3 കോടിയുടെ വരെ റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഈ ഒരു ഫണ്ടിൻ്റെ ലോക്കിൻ പീരീഡ് 5 വർഷമാണ്. നിലവിൽ ഈ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് വെറും 10 രൂപ മാത്രമാണ്. സോ നിങ്ങൾക്ക് ഈ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനുശേഷം നിക്ഷേപിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാനും സഹായകരമായിട്ടുള്ള ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നിലവിൽ ലോകത്തിലെ സ്റ്റോക്ക് മാർക്കറ്റുകൾ നടത്തിയിട്ടുള്ള ക്രാഷും ജപ്പാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കണമെങ്കിൽ ക്യാരി ട്രേഡ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ നാട്ടിൽ 2 ബാങ്കുകളുണ്ട്. ഇതിൽ ബാങ്ക് എ എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് 0% ആണ്. അവിടെ ഇൻട്രസ്റ്റ് ഇല്ല, പലിശ ഇല്ല എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ബാങ്ക് ബി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ബാങ്കുണ്ട്. ആ ബാങ്ക് ബിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റ് ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷം 5% നമുക്ക് റിട്ടേൺ കിട്ടും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാങ്ക് എയിൽ പോയിട്ട് നമ്മൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ്. അവിടെ 0% ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പലിശ ഇല്ലാതെ നമ്മൾ 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു. ഈ 1 ലക്ഷം രൂപ നമ്മൾ ബാങ്ക് ബിയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു വർഷം കഴിയുന്നു. ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് ബാങ്ക് ബിയിൽ നിന്നും ഈ 1 ലക്ഷം രൂപയും ഈ 5% റിട്ടേണും കൂടെ ചേർന്നിട്ട് 1,05,000 രൂപ തിരിച്ചു കിട്ടുന്നു. ഈ 1,05,000 രൂപയിൽ നമ്മൾ ബാങ്ക് എയിൽ നിന്നെടുത്ത ലോണായിട്ടുള്ള 1 ലക്ഷം രൂപ, പലിശ ഇല്ലാത്തതുകൊണ്ട് അപ്പോഴും 1 ലക്ഷം രൂപ തന്നെയായിരിക്കും, ഈ 1 ലക്ഷം രൂപ നമ്മൾ കൊണ്ടുപോയി തിരിച്ചടയ്ക്കുന്നു. അങ്ങനെ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് 5,000 രൂപ ലാഭം കിട്ടുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയാണ് നമ്മൾ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജപ്പാനിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് കഴിയുമ്പോൾ ജപ്പാൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. അവരുടെ എക്കോണമി ഒരു ഡിസ്ട്രക്റ്റഡ് എക്കോണമി ആയിരുന്നു എന്ന് കാണാം. പക്ഷേ 1955-നും 1990-നും ഇടയിൽ വലിയ രീതിയിലുള്ളൊരു വളർച്ചയാണ് ജപ്പാൻ്റെ എക്കോണമിയിലുണ്ടായത്. അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ജപ്പാൻ്റെ GDP ഓരോ വർഷവും 7% എന്നുള്ള ആവറേജ് റേറ്റിലാണ് വളർന്നുകൊണ്ടിരുന്നത് എന്ന് മാത്രമല്ല, അവർ 2000 ഒക്കെ ആകുമ്പോഴത്തേക്കും ജപ്പാൻ്റെ എക്കോണമി അമേരിക്കയെ പോലും കവച്ച് വെക്കുമെന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വളർച്ച കുറേ കാലം മുന്നോട്ട് പോകുന്നില്ല. 1980-കളുടെ അവസാനത്തിൽ ജപ്പാൻ്റെ എക്കോണമിയിൽ വലിയ രീതിയിലുള്ള ഒരു ക്രാഷ് സംഭവിക്കുകയാണ്. 1990-ന് ശേഷമുള്ള ജപ്പാനിലെ ഫിഗറുകൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂവിൽ ഏകദേശം 50% ഇടിവുണ്ടായിരിക്കുന്നു. അവിടുത്തെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയുടെ വാല്യൂവിൽ ഏകദേശം 85% ഇടിവുണ്ടായിരിക്കുന്നു. അവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വളരെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് ആയിട്ടുള്ള നിക്കൈ 225 നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ 75% ഇടിവുണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ജപ്പാൻ്റെ എക്കോണമി ക്രാഷ് ആവുന്നുവെന്ന് മാത്രമല്ല, ആ ഒരു ക്രാഷിൽ നിന്നും വലിയ രീതിയിൽ കരകയറാനും അവർക്ക് സാധിക്കുന്നില്ല.
അപ്പോൾ ഈ ഒരു സമയത്ത് ജപ്പാന്റെ എക്കോണമി വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളെ നേരിടുകയാണ്. അവിടുത്തെ ഭൂരിഭാഗം ആളുകളും ഈ എക്കണോമിക് ബൂമിന്റെ സമയത്ത് ധാരാളം ലോണുകളും കടങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്കോണമി ക്രാഷായ സമയത്ത് എത്രയും പെട്ടെന്ന് ഈ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക, ഡെറ്റ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു സ്ട്രാറ്റജിയാണ് ജപ്പാനിലെ ആളുകളെല്ലാം സ്വീകരിക്കുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും ഇത്തരത്തിൽ കടങ്ങൾ അടച്ചു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ഇത് മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അളവ് വലിയ രീതിയിൽ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു രാജ്യത്തെ ആളുകളെല്ലാം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അവിടുത്തെ ബിസിനസ്സുകളെ ബാധിക്കും. അവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കില്ല. കാരണം സാധനങ്ങൾക്കൊന്നും മാർക്കറ്റിൽ ഡിമാൻഡില്ല. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് അവിടുത്തെ ആളുകളെ പിരിച്ചുവിടേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ആ രാജ്യത്തെ തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിക്കും. ഇത്തരത്തിൽ തൊഴിലില്ലായ്മ ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ആളുകളുടെ സാലറിയിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകും, അല്ലെങ്കിൽ രാജ്യത്തെ ഹൗസ് ഹോൾഡ് ഇൻകത്തിൽ സാരമായിട്ടുള്ള ഒരു ഇടിവുണ്ടാവും. രാജ്യത്തെ വീടുകൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡുകൾക്ക് കൃത്യമായ ഇൻകം ലഭിച്ചില്ല എങ്കിൽ അവരുടെ സ്പെൻഡിങ് വീണ്ടും കുറയുന്നതിനത് കാരണമാവും. ഇതിങ്ങനെ ആ രാജ്യത്തെ ഒരു ഡീഫ്ലേഷനിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നയിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യവുമുണ്ട്. ഒരു രാജ്യത്ത് ഡീഫ്ലേഷൻ സംഭവിക്കുകയാണെങ്കിൽ, സാധനങ്ങളുടെയൊക്കെ വില ഓരോ ദിവസവും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ വീണ്ടും വില കുറയുമെന്ന സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് ആളുകൾ സാധനങ്ങളൊന്നും മേടിക്കാതെ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവരുടെ സ്പെൻഡിങ് വീണ്ടും കുറയുന്നതിന് അത് കാരണമാവും. അപ്പോൾ നമ്മൾ ഇൻഫ്ലേഷനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും മുന്നോട്ട് വെക്കുന്നൊരു സംശയമാണ്, ഇൻഫ്ലേഷൻ ഒരു മോശം കാര്യമാണ് എങ്കിൽ ഡീഫ്ലേഷൻ, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡീഫ്ലേഷൻ നല്ലൊരു കാര്യമല്ലേ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇൻഫ്ലേഷനേക്കാൾ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഡീഫ്ലേഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു 2%-ൻ്റെയും 4%-ൻ്റെയും ഒക്കെ ഇടയിൽ ഇൻഫ്ലേഷൻ ഉള്ളതാണ് എല്ലാ രാജ്യങ്ങൾക്കും എക്കോണമികൾക്കും എപ്പോഴും നല്ലത്. പക്ഷേ ജപ്പാൻ്റെ എക്കോണമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ ജപ്പാൻ്റെ എക്കോണമി സ്റ്റാഗ്നൻ്റ് ആയിട്ടും കുറേയൊക്കെ ഡീഫ്ലേഷനിലൂടെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ രാജ്യത്തിൻ്റെ പലിശ നിരക്കുകളുമായി ബന്ധപ്പെട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കായിട്ടുള്ള RBI നമ്മുടെ രാജ്യത്ത് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ റിപ്പോ റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും ഒക്കെ മറികടക്കാൻ ശ്രമിക്കുന്നതെന്ന് വിശദമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല. അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻ്റെ എക്കോണമിയിൽ മണി സപ്ലൈയും അതിൻ്റെ ഭാഗമായിട്ട് മണി സ്പെൻഡിങ്ങും ഒക്കെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഡീഫ്ലേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ട് ജപ്പാൻ്റെ ഗവൺമെൻറ്റും ജപ്പാനിലെ സെൻട്രൽ ബാങ്കായിട്ടുള്ള ബാങ്ക് ഓഫ് ജപ്പാനും 2 തീരുമാനങ്ങളാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ജപ്പാനിലെ പലിശ നിരക്ക് വലിയ രീതിയിൽ കുറയ്ക്കുക. കഴിഞ്ഞ 30 വർഷത്തെ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ പല സമയത്തും അത് 0% ആയിരുന്നു എന്ന് കാണാം. 2016 സമയത്തൊക്കെ അത് -0.1 നെഗറ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് പോലും ജപ്പാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആളുകൾക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടും. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകൾ ലോണുകൾ എടുക്കുകയും എക്കോണമിയിലേക്ക് കൂടുതൽ പണത്തിൻ്റെ അല്ലെങ്കിൽ മണിയുടെ സപ്ലൈ വരികയും അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സ്പെൻഡിങ് ഒക്കെ ഉണ്ടാവുകയും എക്കോണമിയെ റീകവർ ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ജാപ്പനീസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഈ ഇൻട്രസ്റ്റ് റേറ്റ് 0%ലേക്കും നെഗറ്റീവിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അവരെടുത്ത രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത് ഗവൺമെൻറ് അവരുടെ കയ്യിലുള്ള പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് ധാരാളം ബോണ്ടുകൾ വാങ്ങുന്നു, സ്റ്റോക്കുകൾ വാങ്ങുന്നു, കോർപ്പറേറ്റ് ഡെറ്റുകൾ വാങ്ങുന്നു. ഇങ്ങനെ ഗവൺമെൻറ് കടമെടുത്തുകൊണ്ട് മാർക്കറ്റിലെ മണി സപ്ലൈ കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജാപ്പനീസ് ഗവൺമെൻറ്റിന് വലിയ രീതിയിലുള്ള ഒരു ഡെറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ഡെറ്റ് to GDP റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 260% എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിലെല്ലാം ജപ്പാനിലെ എക്കോണമിയിൽ മണി സപ്ലൈ കൂട്ടിക്കൊണ്ട് അവരെ റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ഓഫ് ജപ്പാനും അതുപോലെ തന്നെ ജാപ്പനീസ് ഗവൺമെൻറ് ഒക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ജാപ്പനീസ് ഗവൺമെൻറ്റും ബാങ്ക് ഓഫ് ജപ്പാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവിടുത്തെ എക്കോണമിയെ കരകയറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജപ്പാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ട് മുതലേ ഉള്ള അവരുടെ ലോണുകൾ അടച്ചു തീർക്കാൻ ഡെറ്റ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയിമിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരാരും ഈ പൈസ കടമെടുത്തുകൊണ്ട് പുതിയ ബിസിനസ്സുകൾ തുടങ്ങിയോ അല്ലെങ്കിൽ മാർക്കറ്റിലെ സ്പെൻഡിങ് വർദ്ധിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കഴിഞ്ഞൊരു 30 വർഷത്തെ ജപ്പാൻ്റെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു സ്റ്റാഗ്നേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡീഫ്ലേഷൻ കണ്ടീഷൻ അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നത് കാണാം. ജപ്പാനിലെ ഭൂരിഭാഗം വസ്തുക്കളുടെയും വില ഏറെക്കുറെ സമാനമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിൽ വലിയ ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവുന്നില്ല. ജപ്പാനിലെ ആളുകളുടെ സാലറിയിലും വലിയ രീതിയിലുള്ള ഒരു വർധനവ് കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത് കാണാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 2% ഒക്കെ ഇൻഫ്ലേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ജാപ്പനീസ് ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് എങ്കിലും കഴിഞ്ഞ 30 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിഭാഗ സമയങ്ങളിലും ഇത് 2% താഴെയാണ് എന്ന് മാത്രമല്ല പല സമയത്തും ഇത് 0% അല്ലെങ്കിൽ ഡീഫ്ലേഷനിലൊക്കെയാണ് ജപ്പാൻ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെൻറ്റിനും ബാങ്ക് ഓഫ് ജപ്പാനും അവരുടെ പോളിസികൾ മാറ്റാൻ സാധിക്കുന്നില്ല. ഈ 0% അല്ലെങ്കിൽ -% ഇൻട്രസ്റ്റുകളിലൊക്കെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ജപ്പാനിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളുടെയും എക്കോണമി ഈ സമയത്ത് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. 4%, 5% ഒക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ രാജ്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻ്റർനാഷണൽ ട്രേഡേഴ്സ് ഒരു അവസരം കണ്ടെത്തുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ക്യാരി ട്രേഡ് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്.
അവർ നോക്കിക്കഴിയുമ്പോൾ ജപ്പാൻ എന്ന രാജ്യത്ത് 0% 0% ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജപ്പാനിൽ നിന്നും വളരെ എളുപ്പത്തിൽ പണം കടമെടുക്കാൻ അവർക്ക് സാധിക്കും. ജപ്പാനിൽ നിന്ന് പണം കടമെടുത്ത് നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന രാജ്യങ്ങളിൽ കൊണ്ടുപോയി അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്നൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് 0% എന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ അമേരിക്കൻ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സ്ചേഞ്ച് റേറ്റും കൂടെ നമ്മൾ കണക്കാക്കണം. $1 എന്നുള്ളത് 100 ജാപ്പനീസ് യെൻ ആണ് എന്നുകൂടി വിചാരിക്കാം. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ട്രേഡർ ജപ്പാനിലേക്ക് പോകുന്നു. ജപ്പാനിൽ നിന്നും 1 കോടി യെൻ അയാൾ കടമെടുക്കുകയാണ്. 0% ഇൻട്രസ്റ്റ് റേറ്റിൽ അയാൾ 1 കോടി യെൻ കടമെടുക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് റേറ്റ് $1 100 യെൻ ആയതുകൊണ്ട് 1 കോടി യെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം അമേരിക്കൻ ഡോളറാണ്. ഇയാൾ ഈ 1 ലക്ഷം അമേരിക്കൻ ഡോളർ അമേരിക്കൻ ഗവൺമെൻറ് ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 5% പലിശ നിരക്ക് എന്ന് വിചാരിക്കാം. ഒരു വർഷം കഴിയുമ്പോൾ ഇയാൾ ഈ അമേരിക്കൻ ഗവൺമെൻറ് ട്രഷറി ബോണ്ടുകൾ വിൽക്കുകയും അതിൻ്റെ ഭാഗമായി 5% റിട്ടേൺ ഉൾപ്പെടെ $1,50,000 ഇയാൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു. ഈ $1,50,000 ഇയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും 1 കോടി യെൻ ഇയാൾ ജപ്പാനിൽ നിന്ന് കടമെടുത്തിരിക്കുകയാണ്. 0% ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞാലും ഈ 1 കോടി യെൻ തന്നെയാണ് ഇയാൾ തിരിച്ചടക്കേണ്ടത്. സോ ഈ $1,50,000 $1 ലക്ഷം എടുത്തിട്ട് അയാൾ അതിനെ 1 കോടി യെൻ ആക്കി മാറ്റുകയും ജപ്പാനിൽ കൊണ്ടുപോയി ഈ ലോൺ റീപേ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഇയാൾക്ക് $5,000 ലാഭം കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്യാരി ട്രേഡ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നു. ഇനി ഇതോടൊപ്പം ഇവിടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ആളുകൾ ജപ്പാനിൽ നിന്നും യെന്ന് കടമെടുക്കുന്നുണ്ട്. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ യെന്നിനെ അവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റ് രാജ്യങ്ങളുടെ കറൻസിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരുപാട് യെൻ അവൈലബിൾ ആവുകയും യെന്നിനെ സംബന്ധിച്ച് മറ്റ് വിദേശ രാജ്യങ്ങളുടെ കറൻസികൾക്ക് വലിയ രീതിയിൽ ഡിമാൻഡ് ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ജാപ്പനീസ് യെന്നിൻ്റെ മൂല്യം കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ജാപ്പനീസ് യെന്നിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നു. ഈ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഇടിവും ഈ ക്യാരി ട്രേഡേഴ്സിന് വലിയ രീതിയിലുള്ള ഒരു ലാഭമായി മാറുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഈ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫാക്ടറിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഒരാൾ ജാപ്പാനിൽ നിന്നും 1 കോടി യെന്ന് കടമെടുക്കുകയാണ്. $1 എന്ന് പറയുന്നത് 100 യെൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ അതിനെ അയാൾ $1 ലക്ഷം ആക്കി മാറ്റുന്നു. ഒരു വർഷത്തിന് ശേഷം അത് $1,50,000 ആയി മാറുന്നു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ജാപ്പനീസ് യെന്നിൻ്റെ വില താഴേക്ക് പോവുകയും $1 എന്നുള്ളത് 110 യെന്നായി മാറി എന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇയാൾ ജപ്പാനിൽ നിന്ന് എടുത്തിട്ടുള്ള 1 കോടി യെന്ന് തിരിച്ചടയ്ക്കണം. പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യെൻ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. $1 എന്നുള്ളത് 110 യെന്നായി മാറുന്നത് കൊണ്ട് 1 കോടി യെൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഇയാൾക്ക് $1 ലക്ഷം ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഏകദേശം $91,000 മാത്രമേ ഇയാൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ $91,000 എടുത്തിട്ട് അത് 1 കോടി യെന്നായി കൺവേർട്ട് ചെയ്തിട്ട് ഇയാൾ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് $9,000 എക്സ്ട്രാ ലാഭം ഉണ്ടാവുകയാണ്. അതായത് യെന്നിൻ്റെ വില ഡിപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം $5,000 ലാഭം കിട്ടിയത് ഈ വർഷം $14,000 ഒരു ലാഭമായിട്ട് മാറുന്നു. അപ്പോൾ 2 കാര്യങ്ങളിലൂടെയാണ് ഈ ക്യാരി ട്രേഡേഴ്സ് ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒന്ന്, ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് 0% അല്ലെങ്കിൽ വളരെ കുറവായിരിക്കുകയും മറ്റ് രാജ്യങ്ങളിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസത്തെ മുതലെടുത്തുകൊണ്ട് ഇവർ ലാഭം ഉണ്ടാക്കുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്ന് ഈ ജാപ്പനീസ് യെന്നിൻ്റെ വില ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഡിപ്രീസിയേഷനിലൂടെയും ഇവർ വലിയൊരു ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു 2022 ആയപ്പോഴത്തേക്കും ലോകത്ത് വിവിധങ്ങളായിട്ടുള്ള യുദ്ധങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് വസ്തുക്കളുടെ എല്ലാം വില വർദ്ധിക്കുകയും എല്ലാ ലോകരാജ്യങ്ങളിലും തന്നെ വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമായി മാറുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ജപ്പാനിലും ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു 2% മാത്രമേ അവരുടെ ഇൻഫ്ലേഷൻ എത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ലോകരാജ്യങ്ങളും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ വർദ്ധിപ്പിച്ചപ്പോഴും ജപ്പാൻ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നില്ല എന്ന് കാണാം. ഇനി അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അവരുടെ എക്കോണമിയിലേക്ക് പണം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി, മണി സപ്ലൈ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജാപ്പനീസ് ഗവൺമെൻറ് ധാരാളം കടമെടുത്തിരുന്നു. ഏകദേശം 260% അവരുടെ ഡെറ്റ് ടു GDP റേഷ്യോ. അപ്പോൾ ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു വർധന ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടുത്തെ ഗവൺമെൻറ്റിനെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് കാണാം. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നു. ജപ്പാൻ അപ്പോഴും അവരുടെ പലിശ നിരക്ക് 0% നിലനിർത്തുമ്പോൾ ക്യാരി ട്രേഡേഴ്സ് വീണ്ടും വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വരികയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ജപ്പാൻ്റെ കറൻസിയിൽ വലിയ രീതിയിലുള്ള ഒരു ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നു. കഴിഞ്ഞ 1-2 വർഷം നോക്കുകയാണെങ്കിൽ $1 130 യെൻ എന്നുള്ളത് $1 160 യെൻ ആയിട്ട് വരെ വർദ്ധിക്കുന്നുണ്ട്. ജപ്പാൻ്റെ കറൻസിയുടെ മൂല്യം വലിയ രീതിയിൽ താഴേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ജപ്പാനിൽ അത് വലിയൊരു ഇൻഫ്ലേഷന് കാരണമാവുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രാജ്യത്തിൻ്റെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും വില കാര്യമായിട്ട് വർദ്ധിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ജപ്പാൻ
ജപ്പാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 90% വസ്തുക്കളും ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു ജപ്പാൻ എന്നുള്ളതുകൊണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അവരുടെ കറൻസി വലിയ രീതിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളുടെ എല്ലാം വില വർദ്ധിക്കുകയും ജപ്പാനിലെ പ്രധാനപ്പെട്ട വസ്തുക്കളുടെ എല്ലാം വില മുകളിലേക്ക് പോവുകയും ഇത് വലിയ രീതിയിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ജപ്പാനിലെ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവർ ഇത്രയും കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത്, അപ്പോൾ ജപ്പാനിലെ ഇൻഫ്ലേഷൻ വർദ്ധിക്കുന്നത് നല്ലതല്ലേ എന്നുള്ളൊരു സംശയം നമുക്കിപ്പോൾ തോന്നാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് കൊണ്ടാണ് ജപ്പാനിൽ ഇപ്പോൾ ഇൻഫ്ലേഷൻ നടക്കുന്നത്. അതിനാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് അത്ര നല്ലൊരു ഇൻഫ്ലേഷൻ അല്ല. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ജാപ്പനീസ് ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതൊട്ടും നടക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഈ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ജാപ്പനീസ് ഗവൺമെൻറ് നിർബന്ധിതരാവുകയാണ്. അപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കില്ല, കാരണം അത് അവരെ വലിയ രീതിയിൽ ഹട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ജാപ്പനീസ് യെന്നിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ജാപ്പനീസ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ധാരാളം ഫോറിൻ എക്സ്ചേഞ്ച് ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള അസറ്റുകളുണ്ട്. അപ്പോൾ US$ ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ധാരാളം അസറ്റുകൾ ഈ ജാപ്പനീസ് ഗവൺമെൻറ് മാർക്കറ്റിൽ വിറ്റഴിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ജാപ്പനീസ് യെന്നിന് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഡിമാൻഡ് കുറച്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ജാപ്പനീസ് യെന്നിൻ്റെ മൂല്യത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു ഉയർച്ച കൊണ്ടുവരാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിലെല്ലാം ശ്രമിച്ചിട്ട് ജപ്പാനിലെ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കാതെ വരുന്നു. സോ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ലോകത്തിലെ എല്ലാ സെൻട്രൽ ബാങ്കുകളും ചെയ്യുന്നത് പോലെ തന്നെ ബാങ്ക് ഓഫ് ജപ്പാനും ചെയ്യുകയാണ്. കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആദ്യമായി അവർ വർദ്ധിപ്പിക്കുകയാണ്. 0.25% അവരവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ക്യാരി ട്രേഡേഴ്സിൻ്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു പാനിക് ഉണ്ടാവുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ, 1 കോടി yen ജപ്പാനിൽ നിന്ന് കടമെടുക്കുന്നു, അത് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് $1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു വർഷത്തിന് ശേഷം അത് $1,50,000 മാറുന്നു എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ആദ്യം സംഭവിക്കുന്നത് ജപ്പാൻ അവരുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. സോ ആദ്യത്തെ വർഷം $1 എന്ന് പറയുന്നത് 100 yen ആയിരുന്നത് ഒരു വർഷത്തിന് ശേഷം $1 എന്ന് പറയുന്നത് 95 yen ആയി മാറി എന്ന് വിചാരിക്കുക. ജാപ്പനീസ് ഡോളറിൻ്റെ മൂല്യം വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ക്യാരി ട്രേഡറിൻ്റെ കയ്യിൽ $1,50,000 ഉണ്ട് എങ്കിലും ഈ 1 കോടി yen എന്ന് പറയുന്നത് ഇപ്പോൾ $1 ലക്ഷം അല്ല, $1,50,263 ആണെന്ന് കാണാം. അപ്പോൾ 1 കോടി yen ഇയാൾ തിരിച്ചടയ്ക്കണമെങ്കിൽ $1,50,263 ഇയാൾ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു നഷ്ടം വരികയാണെന്ന് മനസ്സിലാക്കുക. ഇനി അത് മാത്രമല്ല, ജപ്പാൻ ഈ ലോൺ എടുക്കുന്ന സമയത്ത് 0% ആയിരുന്നു അവിടുത്തെ ഇൻട്രസ്റ്റ് എങ്കിലും ഇപ്പോൾ അത് 0.25% ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ 1 കോടി yen തിരിച്ചടച്ചാൽ പോരാ, 1,25,000 yen ആണ് ഇപ്പോൾ അവിടെ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പോൾ ഈ 1,25,000 yen തിരിച്ചടയ്ക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് റേറ്റ് പ്രകാരം $1,50,526 ഇയാൾ കൺവേർട്ട് ചെയ്തേ പറ്റുകയുള്ളൂ. $1,50,000 ഇയാളുടെ കയ്യിലിരിക്കുന്നത്. ഏകദേശം $526 ഇയാൾക്ക് നഷ്ടം വരികയാണ്. അപ്പോൾ നമ്മുടെ ഈ ഉദാഹരണത്തിൽ 1 കോടി യെന്നിൻ്റെ അല്ലെങ്കിൽ $1 ലക്ഷം കണക്കാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ബാങ്ക് ഓഫ് ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം ഇപ്പോഴത്തെ അവസ്ഥയിൽ 41 ട്രില്യൺ യെന്നിൻ്റെ അല്ലെങ്കിൽ ഏകദേശം $250 ബില്യൺ ക്യാരി ട്രേഡാണ് വ്യക്തമായി നടക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു തുക, അതായത് എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തത്രയും തുകയുടെ yen ക്യാരി ട്രേഡാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ജാപ്പനീസ് യെന്നിൻ്റെ മൂല്യത്തിൽ വർധനവുണ്ടാവുകയും അതുപോലെ തന്നെ 17 വർഷത്തിനിടയിൽ ആദ്യമായിട്ട് ബാങ്ക് ഓഫ് ജപ്പാൻ 0.25% വർധനവ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഭീമമായിട്ടുള്ള നഷ്ടം പലർക്കും നേരിടേണ്ടതായിട്ട് വരികയാണ്. ഏകദേശം $6 ട്രില്യണോളം നഷ്ടമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ഉണ്ടായതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു പാനിക്കിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അവരുടെ സ്റ്റോക്കുകൾ സെല്ല് ചെയ്യുന്നു. അതുപോലെ തന്നെ ഏതൊരു നിമിഷവും ലോകം റിസഷനിലേക്ക് പോയേക്കാം, 2008 പോലുള്ളൊരു സാമ്പത്തിക മാന്ദ്യം ഉണ്ടായേക്കാം എന്നുള്ളൊരു പേടി പലയിടത്തും നിലനിൽക്കുന്ന ഒരു സമയമാണിത്. അതിൻ്റെ ഒപ്പം തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഓരോ ദിവസവും യുദ്ധത്തിൻ്റെ പുതിയ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാനിക്കുകളെല്ലാം കൂടെ ചേർന്നതുകൊണ്ടാണ് പല ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിലും വലിയ രീതിയിലുള്ള ഒരു ക്രാഷ് കാണാൻ സാധിച്ചത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സ്റ്റോക്ക് മാർക്കറ്റുകളും ഇതിൽ നിന്ന് റിക്കവർ ആവുകയാണ്. അവർ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ആളുകൾ പറയുന്നത് ഉടനടി ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ രീതിയിലുള്ള ഒരു വർധന ഉണ്ടാവുകയില്ല എന്നുള്ളൊരു ഉറപ്പ് ബാങ്ക് ഓഫ് ജപ്പാൻ്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. എന്നിരുന്നാലും ജപ്പാൻ പോലെയുള്ള ഒരു രാജ്യത്തെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ രീതിയിലൊരു വർധന ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റുകളിലെല്ലാം വലിയ രീതിയിലുള്ളൊരു തകർച്ച ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് ഇന്നത്തെ ഈ വീഡിയോയുടെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള മാക്സ് ലൈഫിൻ്റെ NFO കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾക്കെല്ലാം പുറമെ നിങ്ങൾ അടയ്ക്കുന്ന മന്ത്ലി പ്രീമിയത്തിൻ്റെ 120 മടങ്ങിൻ്റെ ഒരു ഇൻഷുറൻസ് കവറേജ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് എന്ന് മാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായിട്ടുള്ള ടാക്സ് ബെനിഫിറ്റ്സ്
നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.